നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ, എല്ലാം തകർന്ന് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഒരു പ്രഭാതമുണ്ടാകും, വീണ്ടും സൂര്യൻ ഉദിക്കും, വീണ്ടും ഈ ദിവസവും കടന്നു പോകും, മറ്റൊരു ദിവസം നിങ്ങൾ എത്തി നിൽക്കും. അന്ന് പഴയതിനെ നോക്കി ഒന്ന് മന്ദഹസിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം. അവിടെ നേഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. മരണത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. നമുക്കൊപ്പം അമ്മു സജീവിൻ്റെ പിതാവ് സജീവൻ ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ് സജീവ്. ഞാനിപ്പോൾ നൗഫലിൻ്റെ ഒരു അഭിമുഖം പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. നൗഫലിൻ്റെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയതാണ്, പക്ഷേ എങ്കിലും നൗഫലിനെ തിരിച്ചു വരാൻ സാധിച്ചു. ഒരു പരിധിവരെ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു. സജീവൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ ദുഃഖം അത് കുറച്ച് നാൾ കൂടി വലിയ ദുഃഖമായി തന്നെ ഉണ്ടാവും. അതൊരു മുറിവായി എന്നും അവശേഷിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം, നേരായിട്ടുള്ള അന്വേഷണം നടന്ന് കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കണം. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എന്താണ് സജീവൻ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്? സർക്കാരിലും ഈ അന്വേഷണ സംവിധാനത്തിലും വിശ്വാസം ഇപ്പോഴും ഉണ്ടോ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നലെ വളരെ അനുഭവപൂർവ്വമായിട്ടാണ് ഞങ്ങളെ കണ്ടതും സംസാരിച്ചതും. നീതിയുക്തമായിട്ടുള്ള ഒരു നടപടി ഉറപ്പായിട്ടൊരു അന്വേഷണം ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. കുഞ്ഞിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടെന്നും ഇത് സംഭവിക്കരുതായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ സജീവൻ, ഈ 3 കുട്ടികൾക്കും അപ്പുറത്തേക്ക് സ്കൂൾ അധികൃതരുടെ അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരുടെ അനാസ്ഥയും ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുള്ള ചില പെരുമാറ്റങ്ങളുമെല്ലാം ഈ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അന്ന് പ്രിൻസിപ്പൾ ഒരു നല്ലൊരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്ന് എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. കാര്യം ഞാൻ 2 പരാതിയാണ് പ്രിൻസിപ്പളിന് കൊടുത്തത്. പക്ഷെ പ്രിൻസിപ്പൾ ഒന്നിലും ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു മെമ്മോ കൊടുത്തൊരു ഈ കുട്ടികളുടെ നിന്ന് എഴുതി വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു നടപടിയിലോട്ട് അദ്ദേഹം പോയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്, ഇത് പറഞ്ഞു വിലക്കാവുന്നോ എന്തോ വിചാരിച്ചാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഒരു നടപടിയും അദ്ദേഹം എടുത്തില്ല. ഈ മറ്റു കുട്ടികളുടെ പേരൻസ് കൂടി ഇപ്പോൾ നമ്മളോട് പല പ്രതികരണങ്ങളും നടത്തിയിരുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയുടെ അമ്മ പ്രതികരിച്ചത് കണ്ടു. സമാനമായ സാഹചര്യത്തിലൂടെയൊക്കെ ആ കുട്ടികൾക്കും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതവിടെ ഒരു രീതിയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ സജീവൻ? ഇപ്പോൾ അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഈ എൻ്റെ കുഞ്ഞിനെ നേരിട്ടത് സഹപാഠികളിൽ നിന്നുള്ള ഒരു ഇതായിരുന്നു, ഒരു പീഡനമായിരുന്നേ. കൃത്യമായിട്ട് അതിൽ അധ്യാപകരും പ്രിൻസിപ്പളും ഇടപെട്ടില്ല എന്നാണ് ഞങ്ങളുടെ പരാതി. ഇനിയിപ്പോൾ ഈ 3 പേരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അതൊക്കെ തെളിയിച്ചു വരിക വലിയ പാഠാണ്. പ്രത്യേകിച്ച് ഇവരുടെ പേര് അമ്മു എഴുതി വയ്ക്കാത്ത സാഹചര്യത്തിൽ കോടതിയിലൊക്കെ വാദിക്കാം, മറ്റു കാരണങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് നിയമത്തിൻ്റെ സാധ്യതകളിലൂടെ ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. പക്ഷേ ആ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടയ്ക്കണമെന്നല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം? തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഈ പ്രിൻസിപ്പളിനെ അമ്മുവിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്തേക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അതിനകത്ത് ഈ കുട്ടികളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ കൊടുത്ത പരാതിയിലും ഈ കുട്ടികളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവർ മൂലം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ജീവഹാനി വരുവാണെങ്കിൽ കോളേജ് അധികൃതരാണ് ഉത്തരവാദിയെന്നും ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പരാതി കിട്ടിയിട്ടും കാര്യമായ ഗൗരവത്തിൽ അത് എടുത്തില്ല പ്രിൻസിപ്പൾ, അല്ലേ സജീവൻ? അതെ. അന്ന് തന്നെ ഈ സ്കൂൾ അധികൃതർ ഇവരെ ഒന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ശിക്ഷാ നടപടി എന്തെങ്കിലും കൊണ്ടുവരികയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മുവിന് ഇങ്ങനെ വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല. അതായത് എത്ര പറഞ്ഞിട്ടും ഇവർ കേൾക്കുന്നില്ല, ഇത്തരത്തിലുള്ളൊരു പീഡനം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഒഴിവാക്കാൻ ആരാണോ അധികാരികൾ, ആ അധികാരികൾ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടുമില്ല. ഇല്ല, ഇടപെട്ടിട്ടില്ല. അതൊന്നും വേണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ അന്ന് 10-15 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇനി വിട്ടാൽ മതിയായിരുന്നു, ഞാനിഞ്ഞ് കൊണ്ടുവന്നേനെ. അന്ന് അമ്മു കൂടെ വരണമെന്നൊന്നും പറഞ്ഞില്ലേ സജീവൻ? കൊണ്ടുപോകാനും പറഞ്ഞില്ല അവർ. അല്ല, അവൾ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടിയാണ്. അന്നേരം
ക്ലാസ് ഇത്രയും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ ഈ ലാഗ് ചെയ്ത ദിവസം വീണ്ടും ഈ എക്സാം കഴിഞ്ഞ് പോയി ചെയ്യേണ്ടി വരത്തില്ലേ. ഇപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ആയിരുന്നു, അത്രയും ദിവസം വീണ്ടും പോയി ചെയ്യേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഉള്ളത് പറയാൻ. ഈ സഹപാഠികളായ 3 പേർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർ, അവരുടെ രക്ഷിതാക്കൾ എപ്പോഴെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു സി സജീവൻ? ഇല്ല ഇല്ല ഇല്ല. ഇത് രക്ഷിതാക്കൾ അറിയണമെന്നില്ലല്ലേ? ഇത് ഈ കോളേജിൽ ഈ വിദ്യാർത്ഥിനികൾക്കിടയിൽ നടത്തിയ, അല്ലെങ്കിൽ ഇവർ 3 പേരും കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയും ഒരു ആക്രമണവും ഒക്കെ ആയിരിക്കും. അങ്ങനെ വേണം കരുതാൻ. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അറിയണമെന്നില്ലല്ലോ. കാര്യം ഇവർ മാത്രമല്ലെന്നേ, ഇതിൻ്റെ ഒരു 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവർക്കും ഈ വിവരങ്ങളൊക്കെ അറിയാം. ഓ, അങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടോ അവിടെ? ഇവരുൾപ്പെടെയുള്ള ഒരു 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഇതേപോലെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുക, ഒരു റാഗിങ്ങിന് സമാനമായ രീതിയിൽ വിദ്യാർത്ഥികളെ ട്രീറ്റ് ചെയ്യുക, അങ്ങനെയാണോ ഈ 9 പേരുടെ ഒരു സ്വഭാവം? അല്ല, ഈ 3 പേരാണ് മുമ്പിൽ നിന്ന് ചെയ്യുന്നത്, മറ്റുള്ളവരൊരു സപ്പോർട്ടാണ്. ഓ, അവർ ഡയറക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഈ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തായാലും നിങ്ങൾ തൃപ്തരാണ് അല്ലേ? അതെ അതെ അതെ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നത്. ഓക്കെ. പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും കരുതുന്നു. അങ്ങനെ വേണം കരുതാൻ. അപ്പം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ ഇനി കഴിയുകയാണ്. ഇവർ ഈ ജാമ്യത്തിൻ്റെ കാലാവധി, എനിക്കൊന്ന് റിമാൻഡിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടി പുറത്തു വരാൻ കഴിയുമായിരിക്കും. ഓക്കെ. അപ്പോൾ തുടർന്ന് അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കുക എന്നതാണ് ആവശ്യം. എന്തായാലും ആ കേസ് നിലനിൽക്കുന്നതിന് ആവശ്യമായ എല്ലാ തെളിവും അന്വേഷണ സംഘം ശേഖരിക്കണം. ആ കേസിൻ്റെ അവസാന ഘട്ടം വരെയും കുടുംബം അതിനൊപ്പം തന്നെ ഉണ്ടാവും അല്ലേ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു വിശ്രമമുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ അതുപോലെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിന് ആത്മാവിനെങ്കിലും ഒരു നീതി കിട്ടും. സഹോദരൻ അഖിൽ മടങ്ങിപ്പോയോ അതോ സ്ഥലത്തുണ്ടോ? ഞങ്ങൾക്ക് ഇല്ല, അവന് 2-ാം തീയതി മടങ്ങിപ്പോവും. ഓക്കെ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സി സജീവൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്കാവത്തില്ലേ? അതെ, ആ സമയത്താണ് ഇനി കൂടുതൽ സങ്കടം വരിക. അപ്പോൾ അഖിലും കൂടി ഉള്ള സമയത്ത് സങ്കടം വരിക. അതുമല്ല, ഞങ്ങൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഇങ്ങനെ എണ്ണിയിരിക്കുകയാണ് ഇവള് വരുന്നതും കാത്ത്. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. വെള്ളിയാഴ്ച വന്ന് ഞങ്ങളിവിടെ പട്ടത്ത് വന്ന് അവളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന്, പിന്നെ തിങ്കളാഴ്ച വെളുപ്പിനെ ഒരു പൊന്നാനി സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതിനകത്ത് മണ്ണന്തല കൊണ്ടുവിട്ട് വെളുപ്പിനെ 3 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞിനെ എനിക്ക് മനസ്സിലായി. ഒരു കുറേ നാളുകളായ അത് തന്നെ ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതായിരിക്കണം സജീവ്. പക്ഷേ എന്ത് ചെയ്യാം അല്ലേ, നമുക്ക് കാത്തിരിക്കാൻ ശനിയാഴ്ചകളില്ലാതാവുന്നു, യാത്രയേക്കാൾ തിങ്കളാഴ്ചകളില്ലാതാവുന്നു എന്നൊക്കെ ഉള്ളത് സങ്കടമുള്ളൊരു കാര്യമാണ്. ശരിയാവും സി സജീവൻ. നമുക്ക് ഇനി എങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് പറയാനറിയില്ല. തൽക്കാലം നീതി കിട്ടുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അതല്ലാതെ മറ്റൊന്നും നിങ്ങളെ എത്രത്തോളം സമാധാനിപ്പിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. അപ്പോൾ അമ്മയെടുത്ത് അന്വേഷണം പറഞ്ഞോളൂ. എൻ്റെ കുഞ്ഞിനെ മടക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതെ, മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. എന്തായാലും അതിന് നീതി വാങ്ങുക. ഇനി വേറൊരു കുഞ്ഞിനും ഈ ഗതി ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടം മാതൃകാപരമാണ് സജീവൻ. തീർച്ചയായിട്ടും. താങ്ക് യു സി സജീവൻ. അമ്മയോടും അഖിലിനോടും അന്വേഷണം പറഞ്ഞോളൂ. ഈ സജീവനാണ് നമുക്കൊപ്പം ചേർന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടാവില്ലേ? അതായത് വെള്ളിയാഴ്ച ആ കുഞ്ഞുങ്ങൾ വരുന്നത് കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും, തിങ്കളാഴ്ച ആ കുട്ടിയെ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ അച്ഛനും അമ്മയും. ഇനി അങ്ങനെ അവർക്ക് കാത്തിരിക്കാൻ ആരുമില്ല. ശനിയാഴ്ച ഇനി അവരെന്തിനു വേണ്ടി കാത്തിരിക്കണം? തിങ്കളാഴ്ച ഇനി ആരെ യാത്രയേക്കാൻ വേണ്ടി രാവിലെ എഴുന്നേക്കണം? അതൊക്കെ അവർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചു കാലം വല്ലാത്ത സങ്കടമായിരിക്കും. എൻ്റെ പരിചയത്തിലുള്ള ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ മകൻ ഇങ്ങനെ കാലത്തിൽ മരിച്ചു പോകുമ്പോൾ കുറേ നാളുകളായ അമ്മ അടുക്കളയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം നോക്കി കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും അല്ലേ? പക്ഷേ അതിനൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിജീവിച്ച മതിയാവും. നൗഫലൊക്കെ നമ്മുടെ മുന്നിലെ മാതൃകയാണ്. പക്ഷേ മാതൃകാപരമായൊരു നിയമ പോരാട്ടമാണ് ഈ കുടുംബം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ ഈ സഹപ്രവർത്തകരും സഹപാഠികളുമായിട്ടുള്ളവർ ഓർമ്മിക്കേണ്ടത്
കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെയൊക്കെ മനസ്സ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കട്ടിയുള്ള മനസ്സൊന്നും ആവണില്ല. അമ്മൂനെയൊക്കെ പോലെ ചിലപ്പോൾ വല്ലാതെ തളർന്നു പോകും. അപ്പോൾ കുത്തുവാക്കുകൾ കൊണ്ട് പരിഹസിക്കുകയും അവരെ നിരന്തരം പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചോളൂ, ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും നിങ്ങൾ തല്ലി ഉടയ്ക്കുകയാണ്. ആ ഘട്ടങ്ങളിൽ പളുങ്കുപോലിരിക്കുന്ന മനസ്സായിരിക്കും. അതിനേക്കാൾ വളരെ ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് പോലും നിങ്ങളൊരാൾ മോശമാണെന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങളൊരു ഹിംസാലുവാവുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്നാലും അന്വേഷണം കൃത്യമായി തന്നെ നടക്കട്ടെ. അന്വേഷണത്തിൽ ഇപ്പോൾ